ശുക്രൻ ബലവാനാണെങ്കിൽ നമ്മളെ സംഗീതജ്ഞന്മാർ അല്ലെങ്കിൽ ചിത്രം വരയ്ക്കുന്ന അവരൊക്കെ ശുക്രൻ ബലവാനായി നിൽക്കുന്ന ജാതകത്തിലാണ്. ജാതകത്തിലെ ഗുണപരമായ യോഗങ്ങൾ ഒരുപാട് ജാതകങ്ങൾ വിശകലനം ചെയ്യുകയും ഒരുപാട് കുട്ടികളെ ജ്യോതിഷം പഠിപ്പിച്ചു വിടുകയും കോർപ്പറേറ്റ് കമ്പനിയിൽ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുകയും അതിലുപരി എൻ്റെ ഗുരുനാഥനുമായ സാറിൻ്റെ കൂടെ പഠിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ശ്രീ നമ്പ്യാർ സാറിന് ABCയിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം സാർ. ഈ ജാതകത്തിലെ ഗുണപരമായ ഫലങ്ങൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഗുണപരമായ ഫലപ്രദമായ യോഗങ്ങൾ അത് ഏതൊക്കെയാണ് സാർ? പഞ്ചമഹാ യോഗങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അത് ചൊവ്വ, പഞ്ചമഹാഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, അതാണ് പഞ്ചമഹാഗ്രഹങ്ങൾ. അതിൽ ചൊവ്വയെ കൊണ്ട് കിട്ടുന്ന ഒരു യോഗം പറയാം. അതിന് രുചക യോഗം എന്നാണ് പറയുന്നത്. രുചക യോഗം. ലഗ്ന കേന്ദ്രത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് ചൊവ്വ നിൽക്കുകയാണെങ്കിൽ അതിന് രുചക യോഗം എന്ന് പറയും. ലഗ്ന കേന്ദ്രത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് ചൊവ്വ നിൽക്കുക, അല്ലെങ്കിൽ ചൊവ്വയുടെ ഉച്ചക്ഷേത്രം ലഗ്നകേന്ദ്രമായിട്ട് ഉച്ചക്ഷേത്രം എന്നാൽ ലഗ്നത്തിൻ്റെ ഉച്ചക്ഷേത്രം എന്ന് പറഞ്ഞാൽ മകരമാണ് ചൊവ്വയുടെ ഉച്ചക്ഷേത്രം. അപ്പോൾ ലഗ്നകേന്ദ്രത്തിൻ്റെ തുലാ ലഗ്നം വന്നു, അതിൽ മകരരാശിയിൽ ചൊവ്വ വന്നു കഴിഞ്ഞാൽ ചൊവ്വയുടെ ഉച്ചക്ഷേത്രമാണ്. അപ്പോൾ അവിടെയും രുചകയോഗം. രുചകയോഗത്തിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു ഫലമാണ്. സാധാരണ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ അലങ്കരിക്കാനുള്ള യോഗം, പോലീസ്, പട്ടാളം, അതേമാതിരിയുള്ള ഉന്നത സ്ഥാനങ്ങളിൽ വഹിക്കാനുള്ള യോഗം, അങ്ങനെ പല നല്ല ഗുണം. പിന്നെ ആരോഗ്യവാനായിരിക്കും, കാര്യമായ ഹെൽത്ത് ഇഷ്യൂ ഇല്ല, തൻ്റെടിയായിരിക്കും, ഏത് കാര്യവും നേരിടാൻ ചങ്കൂറ്റുള്ള ഒരാളായിരിക്കും. അങ്ങനെ യോഗത്തിന് ഒരുപാട് നല്ല നല്ല ഗുണങ്ങളുണ്ട്. ഇതാണ് ലഗ്നകേന്ദ്രത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് ചന്ദ്രൻ വരണം, അല്ല ചൊവ്വ വരണം, അല്ലെങ്കിൽ ഉച്ചക്ഷേത്രമായിട്ട് ലഗ്നകേന്ദ്രത്തിൽ വരണം. ഇതാണ് ഇതിൻ്റെ ഫലങ്ങൾ. ലഗ്നകേന്ദ്രത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് ചന്ദ്രൻ വരണം, ചന്ദ്രനല്ല ചൊവ്വ വരണം. അങ്ങനെയാണെങ്കിൽ ഈ യോഗം ഫലപ്രദമാണ്. തുലാ ലഗ്നമാണെന്ന് വിചാരിക്കാം. തുലാം, വൃശ്ചികം, ധനു, മകരം. മകരത്തിൽ ചൊവ്വ, മകരത്തിൽ ചൊവ്വ ഉച്ചരാണ്. സ്വക്ഷേത്രമായിരിക്കാം അല്ലെങ്കിൽ ഉച്ചക്ഷേത്രമാകാം. അതാണ് രുചക യോഗത്തിൻ്റെ യോഗം. മിക്കവാറും ഒരു യൂണിഫോം ഇട്ട ഒരാളൊക്കെ ആവുക, പട്ടാളത്തിലോ പോലീസിലൊക്കെ ഉന്നത IG, DIG അതേമാതിരിയുള്ള ഉന്നത സ്ഥാനത്തെത്താനുള്ള യോഗം ഇതിലുണ്ട്. രുചക യോഗം. അത് കഴിഞ്ഞാൽ വേറെ യോഗം ഏതാ ഉള്ളത്? പിന്നെ ബുധനാലുള്ള യോഗമുണ്ട്. ചൊവ്വ കഴിഞ്ഞാൽ അടുത്ത ഗ്രഹം ബുധനാണ്. പഞ്ചമഹാഗ്രഹത്തിൽ ബുധനുള്ള ഭദ്രയോഗം എന്ന് പറയും. ഭദ്രയോഗം ഉള്ള ഒരാൾ ബുദ്ധിമാനായിരിക്കും. ബുദ്ധിയുടെ കാര്യത്തിന്, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിനൊക്കെ വളരെ അത് ഈ ബുധന് മൗഢ്യമില്ലാതിരിക്കുന്ന അവസ്ഥയിലാണ് ഭദ്രയോഗത്തിന് പൂർണ്ണ ഫലം കിട്ടുക. അപ്പോൾ സൂര്യനും ബുധനും ഒരു രാശിയിൽ ഒന്നിച്ച് നിൽക്കുക. 13 ഡിഗ്രിക്കകത്താണ് സൂര്യൻ്റെ 13 ഡിഗ്രിക്കകത്താണ് ബുധൻ നിൽക്കുകയാണെങ്കിൽ ആ യോഗത്തിൻ്റെ ഫലം കുറയും. അതിനെ നമ്മൾ ബുധനെ ബലപ്പെടുത്തി കഴിഞ്ഞിട്ട് അതിന് ബുധന് വേണ്ടിയുള്ള പ്രാർത്ഥനകളും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിന് പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഭദ്രയോഗമുള്ള ആൾക്കാർ ബുദ്ധിമാനായിരിക്കും. അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മാനേജർ, അങ്ങനെ മറ്റുള്ളവരുമായിട്ട് ഇടപെട്ടിട്ട് വളരെ നന്നായിട്ട് സംസാരിച്ച് ഏത് കാര്യത്തിനെയും പ്രസൻറ്റ് ചെയ്യാനുള്ള കഴിവുള്ള ഒരാൾ, ബുദ്ധിപരമായിട്ട് നേരിടാനുള്ള കഴിവുണ്ടായി. ഇതാണ് ഈ രുദ്രയോഗം, ഭദ്രയോഗം. ഇത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഏത് യോഗമാണ് ഉള്ളത് സാർ? വ്യാഴത്തിനെ കൊണ്ട് ചൊവ്വ കഴിഞ്ഞു, ബുധൻ കഴിയും, അടുത്ത വ്യാഴമാണ്. വ്യാഴം എന്ന് പറഞ്ഞാൽ വളരെ അനുകൂലമായിട്ട് നിൽക്കുന്ന, നമുക്ക് എല്ലാവർക്കും ദൈവാധീനം കൊടുക്കുന്നതാണ്. അതിന് പറയുന്നത് ഹംസയോഗം എന്ന് പറയും. വ്യാഴത്താൽ കിട്ടുന്ന യോഗത്തിന് ഹംസയോഗം. ഈ വ്യാഴവും അതേമാതിരി ലഗ്നകേന്ദ്രത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് അല്ലെങ്കിൽ ഉച്ചക്ഷേത്രമായിട്ട് വ്യാഴം നിൽക്കുക. ലഗ്നത്തിൻ്റെ കേന്ദ്രത്തിലായിരിക്കണം. കേന്ദ്രം എന്ന് പറഞ്ഞാൽ 1, 4, 7, 10. ലഗ്നത്തിൻ്റെ ഒന്നിൽ ലഗ്നത്തിൻ്റെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ 4-ാം രാശിയിൽ നിൽക്കുക, അല്ലെങ്കിൽ 7-ാം രാശിയിൽ നിൽക്കുക, അല്ലെങ്കിൽ 10-ാം രാശിയിൽ കേന്ദ്രരാശി. അത് സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കണം, അല്ലെങ്കിൽ ഉച്ചക്ഷേത്രമായിരിക്കണം. ഉച്ചക്ഷേത്രം വ്യാഴത്തിൻ്റെ ഉച്ചക്ഷേത്രം കർക്കിടകമാണ്. അപ്പോൾ കർക്കിടകത്തിൽ വ്യാഴം നിൽക്കുക, അത് ലഗ്നകേന്ദ്രത്തിലായി വരിക. അപ്പോൾ മേടലഗ്നമാവുക. മേടലഗ്നത്തിൻ്റെ 4-ാമത്തെ രാശി മേടം, ഇടവം, മിഥുനം, കർക്കിടകം. അവിടെ വ്യാഴം നിർത്താൻ ഇതായി. അപ്പോൾ ഏത് കാര്യത്തിലിറങ്ങിയാലും ദൈവാധീനം. വ്യാഴം അനുകൂലമാണെങ്കിൽ നമുക്ക് ദൈവാധീനമാണ് പറയുന്നത്. നമുക്ക് ഏത് കാര്യത്തിലിറങ്ങുമ്പോൾ ദൈവാധീനം വേണം. അപ്പോൾ ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന സമയത്ത് വ്യാഴത്തിന് പ്രാർത്ഥിക്കുക, ഗുരുനാഥനെ പ്രാർത്ഥിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈശ്വരാധീനമുണ്ട്. ഏത് നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നടത്താനുള്ള കഴിവുണ്ടാകും. അതാണ് ഹംസയോഗം. ഓക്കെ.
ഈ ഹംസയോഗം കഴിഞ്ഞാൽ പിന്നെ വേറെ ഏത് യോഗം? അടുത്ത യോഗം ഹംസയോഗം കഴിഞ്ഞാൽ പിന്നെ ശുക്രൻ. വെള്ളിക്ക് നമ്മൾ ശുക്രൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ശുക്രനാൽ കിട്ടുന്ന ഒരു യോഗം, ശുക്രനാൽ കിട്ടുന്ന യോഗം എന്ന് പറയുന്നത് ഒരു മഹായോഗമാണ്. മഹായോഗം ഭൗതികപരമായ എല്ലാ കാര്യങ്ങളും നമുക്ക് തരേണ്ട ആൾ ശുക്രനാണ്. ആത്മീയമാണ് വ്യാഴത്തിൻ്റെ. ഭൗതികപരമായിട്ട് നല്ല വീട്, നല്ല വാഹനം, നല്ല കുടുംബം, നല്ല ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, പിന്നെ നമുക്ക് ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലമായിട്ട് ശുക്രൻ ബലവാനായിട്ട്, അതും ഇതേമാതിരി തന്നെ ലഗ്നകേന്ദ്രത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് അല്ലെങ്കിൽ ഉച്ചക്ഷേത്രമായിട്ട് ശുക്രൻ നിൽക്കുകയാണെങ്കിൽ വളരെ നല്ല ഫലം. അപ്പോൾ ഒരാളുടെ ജാതകത്തിൽ തുലാലഗ്നമാവുക, ആ ലഗ്നത്തിൽ ലഗ്നാധിപനായ ശുക്രൻ അവിടെ നിൽക്കുക, വളരെ നല്ലതാണ്, വളരെ അനുകൂലമായിട്ടുള്ള ഫലം ചെയ്യും. പിന്നെ ഈ ശുക്രനെ കൊണ്ട് കിട്ടുന്ന ഈ ഭൗതിക സുഖങ്ങൾ കൂടാതെ ഈ ഫിലിം ഫീൽഡ് അല്ലെങ്കിൽ സംഗീതം, കലാപരമായ കാര്യങ്ങളിൽ നമുക്ക് നേടാൻ പറ്റും. ശുക്രൻ ബലവാനാണെങ്കിൽ നമ്മളെ സംഗീതജ്ഞന്മാർ അല്ലെങ്കിൽ ചിത്രം വരയ്ക്കുന്നത് അവരൊക്കെ ശുക്രൻ ബലവാനായി നിൽക്കുന്ന ജാതകത്തിലാണ്. ഓക്കെ. ഈ രാജയോഗം എന്ന് പറയുന്നത് ഏത് യോഗത്തിൽ വരുന്നത്? രാജയോഗം ലഗ്നാധിപൻ ലഗ്നകേന്ദ്രത്തിൽ നിൽക്കുക, ലഗ്നാധിപൻ പോയിട്ട് 9 നിൽക്കുക, അല്ലെങ്കിൽ ലഗ്നാധിപൻ പോയിട്ട് 11 നിൽക്കുക, അല്ലെങ്കിൽ 11 ഭാവാധിപൻ വന്ന് ലഗ്നത്തിൽ നിൽക്കുക. 11 ലാഭസ്ഥാനം എന്ന് പറയും. ലാഭസ്ഥാനം. അപ്പോൾ നമ്മൾ ഏത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് നേട്ടം വേണമെങ്കിൽ, ഇപ്പോൾ പഠിപ്പിക്കുകയാണെങ്കിലും നാലുകൾ അംഗീകരിക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് യോഗം വേണം. നല്ല യോഗമുള്ള ജാതകത്തിൽ മാത്രമേ അത് പറ്റുള്ളൂ. ശരിയാണ്, ശരിയാണ്. അപ്പോൾ ശുക്രനെ കൊണ്ട് കിട്ടുന്ന ഒരുപാട് ഫിലിം ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അവരൊക്കെ ഈ ശുക്രനും രാഹുവിൻ്റെ പീരീഡ് വരുമ്പോഴാണ് അറിയപ്പെടുന്ന ആൾക്കാരായി വരുന്നത്. ഈ രാജയോഗം പോലെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഗജകേസരി യോഗം. ഗജകേസരി അത് അതിനെപ്പറ്റി സാർ എന്ന് പറയാം. ഗജകേസരി യോഗം എന്ന് പറഞ്ഞാൽ ചന്ദ്രകേന്ദ്രത്തിൽ, ചന്ദ്രകേന്ദ്രം ചന്ദ്രൻ്റെ കൂടെ അല്ലെങ്കിൽ ചന്ദ്രൻ്റെ 4, 7, 10 എല്ലാം കേന്ദ്രം എന്ന് പറഞ്ഞാൽ 4, 7, 10. അപ്പോൾ ചന്ദ്രകേന്ദ്രത്തിൽ വ്യാഴം നിൽക്കുക, അതിന് പറയുന്നത് ഗജകേസരി യോഗം. പിന്നെ ഗജകേസരി യോഗം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആ ചന്ദ്രനും വ്യാഴത്തിനും ബലമുണ്ടാവണം. ബലമുണ്ടാവണം. അപ്പോൾ ചന്ദ്രന് പക്ഷബലം എന്ന് പറയും. പക്ഷബലം ഉണ്ടെങ്കിൽ ഇപ്പോൾ സൂര്യനും ചന്ദ്രനും ഒരു രാശിയിൽ നിൽക്കുക, അപ്പോൾ ചന്ദ്രന് പക്ഷബലം ഇല്ല, കർത്തവാകും. സൂര്യൻ നിൽക്കുന്ന രാശിയുടെ നേരെ 7ാമത്തെ രാശിയിൽ ചന്ദ്രൻ നിൽക്കുക, അതിന് പറയുന്നത് വെളുത്തഭാവം. അപ്പോൾ ചന്ദ്രന് പക്ഷബലമായി, അത് പൂർണ്ണ ബലമാണ്. അത് കർക്കിടക രാശിയിൽ വരാമെന്ന് വിചാരിക്കുക. കർക്കിടക രാശിയിൽ വരണമെങ്കിൽ പുണർദം, പൂയം, ആയില്യം ഈ നക്ഷത്രത്തിൽ വന്നാലേ ചന്ദ്രൻ അവിടെ വരുള്ളൂ. അപ്പോൾ ചന്ദ്രൻ അവിടെ നിൽക്കുക, അവിടെ വ്യാഴവും കൂടി നിൽക്കുക. ഏറ്റവും നല്ല ഗജകേസരി യോഗത്തിൽ ഏറ്റവും ടോപ്പാണ്. ഈ പറയുന്ന ഗ്രഹങ്ങൾക്ക് ബലം കൂട്ടാൻ എന്താ ചെയ്യേണ്ടത്? അതായത് ഫോർ എക്സാമ്പിൾ ബലം കൂട്ടാനുള്ള പ്രധാനമായിട്ട് ആ ഗ്രഹത്തിന് പറഞ്ഞിട്ടുള്ള ദൈവങ്ങളുടെ ക്ഷേത്രത്തിൽ, ചന്ദ്രനാണെങ്കിൽ ദേവി ക്ഷേത്രത്തിൽ ഉപാസന, ചൊവ്വയാണെങ്കിൽ ഭദ്രകാളി, അല്ലെങ്കിൽ പിന്നെ സുബ്രഹ്മണ്യ ക്ഷേത്രം. അങ്ങനെ ഓരോ ഓജരാശി, യുഗ്മരാശി അങ്ങനെയുണ്ട്. ഓജരാശിയാണെങ്കിൽ സുബ്രഹ്മണ്യൻ, യുഗ്മരാശിയാണെങ്കിൽ ഭദ്രകാളി, അങ്ങനെ പറയും. സർ, ഈ പറഞ്ഞ യോഗങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ ജാതകത്തിൽ ഇത് വരണമെന്നുള്ളത്. അപ്പോൾ ഈ യോഗത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്, പക്ഷെ ഗ്രഹങ്ങൾ ബലവാനല്ല. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഈ പറയുന്ന അമ്പലങ്ങളിൽ പോകുന്നു, പിന്നെ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുന്നു. ഇതിൽ നിന്നും വളരെ പെട്ടെന്ന് ഫലം കിട്ടാൻ എന്തെങ്കിലും? ഏറ്റവും അനുകൂലമായ ഫലം രത്നങ്ങളാണ്. രത്നങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ജാതകം, ഒരാളുടെ ജാതകം എടുത്തിട്ട് ആദ്യം ലഗ്നം നോക്കുക, 5ാം ഭാവം നോക്കുക, 9ാം ഭാവം നോക്കുക. ലഗ്നം എന്ന് പറഞ്ഞാൽ ഞാനാണ്, ആ ജനിക്കുന്ന ആളുടെ സമയമാണ് ലഗ്നം. ഒരാൾ രാവിലെ 10 മണിക്ക് ജനിക്കുകയാണ്, ലഗ്നം എവിടെ നിൽക്കുന്നു, അതാണ് അയാളുടെ ഈ ഭൂലോകത്തിൽ വരുന്ന സമയം. അപ്പോൾ ലഗ്നത്തിന് ബലമുണ്ടോ എന്ന് നോക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് 5ാം ഭാവം. 5ാം ഭാവം എന്ന് പറഞ്ഞാൽ പൂർവ്വ പുണ്യ സുഹൃത്തം, അതല്ലെങ്കിൽ സഞ്ചിതകർമ്മം. സഞ്ചിതകർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത ശുഭാശുഭങ്ങളുടെ ഫലമായിട്ട് ഒരു സഞ്ചയം കൊണ്ടാണ് നമ്മൾ ലോകത്തിലേക്ക് സഞ്ചിത കർമ്മം എന്ന് പറയും. അപ്പോൾ 5ാം ഭാവത്തിന് ബലം കുറവാണെങ്കിൽ 5ാം ഭാവത്തിന് നമ്മൾ ബലപ്പെടുത്തും. പിന്നെ 9, ഈ 1ഉം 5ഉം ശരിയാണെങ്കിലും ഭാഗ്യമില്ലെങ്കിൽ പോയില്ലേ. വീട്ടിൽ അരിയുണ്ട്, എനിക്ക് ഡയബറ്റീസ് ആണ്, ഊണ് കഴിക്കാൻ പറ്റില്ല, കഴിക്കാനുള്ള യോഗം വേണം, ഭാഗ്യം വേണം. ഒരു ജാതകത്തിൽ 1 ലഗ്നം, 5 പൂർവ്വപുണ്യം, 9 ഭാഗ്യം. ഈ ഗ്രഹങ്ങളെ നമ്മൾ ബലപ്പെടുത്തുകയാണ്. ബലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ജാതകത്തിൽ ഷഡ്ബലം നോക്കണം, ഭാവബലം നോക്കണം. ഷഡ്ബലം എന്ന് പറഞ്ഞാൽ 6 തരത്തിലുള്ള ഗ്രഹങ്ങളുടെ ബലം. അതിൽ ഏറ്റവും വീക്ക് ലഗ്നാധിപനാണെങ്കിൽ
ലഗ്നത്തിനെ ബലപ്പെടുത്തുക. ഏറ്റവും വീക്ക് 5-ാം ഭാവാധിപനാണ് അതിനെ ബലപ്പെടുത്തുക. ഏറ്റവും വീക്ക് 9-ആണ് 9-നെ ബലപ്പെടുത്തുക. ഇതിന് ജാതകത്തിൽ ഗ്രൂപ്പുണ്ട്. നമ്മൾ മനുഷ്യന്മാരെ തന്നെ ഈ ഗ്രൂപ്പുകളും പാർട്ടിയുടെ വാരി ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ 2 ഗ്രൂപ്പായിട്ടാണ് വരുന്നത്. അപ്പോൾ വ്യാഴം, ചന്ദ്രൻ, സൂര്യൻ, ചൊവ്വ അവരൊരു ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പിലുള്ള ആൾ മറ്റേ ഗ്രൂപ്പായിട്ട്, അത് ശുക്രൻ, ബുധൻ, ശനി, അത് വേറൊരു ഗ്രൂപ്പ്. അപ്പോൾ ഈ 2 ഗ്രൂപ്പുള്ള മിക്സ് ചെയ്യാൻ പാടില്ല. അപ്പം നമ്മൾ 1, 5, 9 വരുമ്പോൾ കറക്റ്റായിട്ട് ഈ ഗ്രൂപ്പ് തന്നെയേ വരുള്ളൂ, ഗ്രൂപ്പ് മാറില്ല. അപ്പോൾ ആ ഗ്രൂപ്പിൽ നോക്കിയിട്ട് ഒന്നിനാണോ വിലക്കുറവ് അതിനെ ബലപ്പെടും. അപ്പം ഒരാളുടെ ജാതകത്തിൽ ലഗ്നം ചിങ്ങ ലഗ്നമാണെന്ന് വിചാരിക്കാം. ലഗ്നാധിപൻ സൂര്യനാണ് ചിങ്ങലഗ്നത്തിന്. ചിങ്ങലഗ്നത്തിൻ്റെ 5-ാം ഭാവാധിപൻ എന്ന് പറയുന്നത് വ്യാഴമാണ്. പിന്നെ 4ഉം 9ഉം ഭാവം എന്ന് പറഞ്ഞാൽ ചൊവ്വയാണ്. അപ്പം ചൊവ്വയ്ക്കാണോ ബലമുള്ളത്, ലഗ്നത്തിനാണോ, ഏതിനാണ് ബലക്കുറവ്, ആ ബലക്കുറവുള്ള ആളെ നമ്മൾ ഷഡ്ബലവും ഭാവബലവും നോക്കണം. നമ്മൾ 6 തരത്തിലുള്ള ബലങ്ങൾ കണക്ക് കൂട്ടിയിട്ട് ഏറ്റവും സ്ട്രോങ് ആരാണ്, ഏറ്റവും വീക്കാണ്. അപ്പം ലഗ്നത്തിന് ബലക്കുറവാണെങ്കിൽ നമ്മൾ റൂബി റെക്കമെൻഡ് ചെയ്യും. റൂബി റെക്കമെൻഡ് ചെയ്യും. ഇനി 4ഉം 9ഉം ഭാവാധിപൻ, അത് യോഗകാരകൻ എന്ന് പറയും. ഒരു കേന്ദ്ര ത്രികോണത്തിൻ്റെ ആധിപത്യം ഒരു ഗ്രഹത്തിന് വന്നാൽ അതിന് പറയുന്നത് യോഗകാരകൻ. അപ്പം 4ഉം 9ഉം ഭാവാധിപനാണ് ചിങ്ങലഗ്നക്കാരന് ചൊവ്വ. അപ്പം ചൊവ്വയെ ബലപ്പെടുത്താൻ ആരോടും ധൈര്യമായിട്ട് ബലപ്പെടുത്താം. കാരണം 4ഉം 9ഉം കേന്ദ്ര ത്രികോണത്തിൻ്റെ ആധിപത്യം. പിന്നെ 5-ാം ഭാവം വ്യാഴമാണ്. വ്യാഴത്തിനെ ബലപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ ഷഡ്ബലം ഒന്ന് സ്റ്റഡി ചെയ്യണം. കാരണം വ്യാഴം 5-ാം ഭാവാധിപനാണ്, അഷ്ടമാധിപനും കൂടിയാണ്. അഷ്ടമം എന്ന് പറഞ്ഞാൽ ഒരു ജാതകത്തിൽ ദോഷമാണ്. അപ്പോൾ അഷ്ടമത്തിനെ ബലപ്പെടുത്തിയാൽ നമുക്ക് ദോഷം ചെയ്യും. അത് ഷഡ്ബലവും ഭാവബലവും കൂടി ചെക്ക് ചെയ്തിട്ട് ആ 5-ാം ഭാവത്തിനെ ബലപ്പെടുത്തിയാലുള്ള അത് നമ്മൾ ബൈ എക്സ്പീരിയൻസ് നമുക്ക് ഏതാണ് പറ്റുന്നത് നോക്കിയിട്ട് ചെയ്യണം. എന്തായാലും ഒരു ജാതകന് ദോഷം ചെയ്യുന്ന ഒരിക്കലും ചെയ്യരുത്. ഇതിൻ്റെ റിസൾട്ട് വളരെ നെഗറ്റീവായിരിക്കും. തെറ്റായ ഒരു രക്തം കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പെട്ടെന്ന് എഫക്റ്റ് ഉണ്ടാവും. ബാഡ് എഫക്റ്റ് നല്ല എഫക്റ്റ് വളരെ പെട്ടെന്ന് വരും. ഇപ്പോൾ ഇതൊക്കെ ഇന്ദ്രനീലമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ സൂക്ഷിച്ച് കൊടുക്കണം ഇന്ദ്രനീലമൊക്കെ. കാരണം പെട്ടെന്ന് നെഗറ്റീവ് ഇത് വരും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ജാതകന് ഗുണമുള്ളത് നോക്കി പഠിച്ച് സ്റ്റഡി ചെയ്തിട്ട് വേണം കൊടുക്കും. മനസ്സിലായി. സന്തോഷം. എന്തായാലും എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഈ മഹായോഗങ്ങൾ അല്ലെങ്കിൽ ഫലപ്രദമായ യോഗങ്ങൾ അറിയുക എന്നുള്ളത്. വളരെ പുതിയ യോഗങ്ങളാണ് സാറിന് പരിചയപ്പെടുത്തിയത്. സന്തോഷം. നന്ദി. നമസ്കാരം.